ലച്ചു എന്തെങ്കിലും പറഞ്ഞു കാണും. ഇല്ലാതെ സിദ്ധു അങ്ങനെ ദേഷ്യപ്പെടത്തില്ല. അവനൊരു പാവന്നേ. അതാണ് ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നത്. അത് ശരി. ഇനിയിപ്പൊ എല്ലാരും കൂടെ പറ അവൻ ദേഷ്യപ്പെടാനുള്ള കാരണം ഞാനാണെന്ന്. എനിക്കിപ്പോ സിദ്ധോളന്റെ അടുത്തോട്ട് പോവാനേ ഭയങ്കര പേടിയാ. ഞാൻ ഒരു പടം വരച്ചിട്ട് സിദ്ധോളനെ കൊണ്ട് കാണിച്ചു. അപ്പൊ സിദ്ധോളൻ ദേഷ്യപ്പെട്ടിട്ട് എന്റെ അടുത്ത് ചോദിക്കുക, നിനക്ക് പടം വരയ്ക്കുന്നല്ലാതെ വേറെ ജോലിയൊന്നും ഇല്ലേ? അപ്പൊ നമ്മളെല്ലാരും ഇവിടെ അങ്ങനെയല്ലേ ചോദിക്കണേ, ചേച്ചി പാടി. അവന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോ ചെന്ന് അളിയനേതാ ഇങ്ങനെ ഇത്രയില്ലായിരുന്നു, ഇങ്ങനെ ഒന്ന് തട്ടിയപ്പോൾ തന്നെ എന്തിനാണ് എന്റെ അടുത്ത് ചൂടായത്? ഒന്ന്, ചേച്ചി പഞ്ചാര കൂട്ടി ചായ കൊണ്ടുപോയി കൊടുത്തതിന് എന്തിനാണ് ചേച്ചി എടുത്ത് ചൂടായത്? പഞ്ചാര കൂട്ടി ചായ ഞാൻ കൊടുത്തില്ല, ആവശ്യത്തിനുള്ള പഞ്ചാര മാത്രമേ ഏറ്റുള്ളൂ. ആ പോട്ട്, അങ്ങനെ ചായ കൊടുത്തിട്ട് എന്തിനു ചൂടായി? പോരത്തന ഗ്ലാസ് എറിഞ്ഞുടച്ച്. പിന്നെ പാറുവിന്റെ അടുത്ത് ഇപ്പൊ ചൂടായെന്ന് പറയണ്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ അളിയൻ എന്തോ ഒരു പ്രശ്നം ഇല്ലേ? കേശുവേട്ടാ, നമ്മളറിയാതെ അളിയന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്തോ? നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ഇതൊന്നുമല്ല, വേറെ എന്തോ കാര്യമാണ്. ശരി, നമ്മൾക്ക് സാപ്പിട വേണ്ടാമാ? ആന്റി ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയാണ്? இல்லடா, நம்ம சாப்பிடும் போது நம்ம சித்துவும் கூப்பிட வேண்டாமா? അങ്ങനെ. சரி, யாரு கூப்பிடுவாங்க? ചേച്ചി കൂപ്പിടും. ആ ചേച്ചി കുറെ കൂപ്പിടും. ഞാനൊന്നുമില്ല, ഞാൻ ആ വഴിക്കേയില്ല. ഇവിടെ വേറെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ, ആരെങ്കിലും പോയി വിളിക്കും. എന്നാ പിന്നെ എപ്പോഴും വിളിക്കുമ്പോലെ കനാൻ എന്നെ കൂപ്പിടട്ടെ. ഞാനെല്ലാം കൂപ്പിട മാട്ടേ. ആന്റി ആന്റി എന്നെ വിളിച്ചാൽ മതി, അളിയൊന്നും പറയൂല. ആന്റി ഇതിനോടും ദേഷ്യപ്പെട്ടൊന്നുമില്ലല്ലോ. இதுவரைக்கும் தேசியம் எல்லாம் படல. உங்களை எல்லாரும் திட்டினால, அதனால நானும் போக மாட்டேன். എന്നാ പറ്റി ഒരു കാര്യം ചെയ്യും, അമ്മൂമ്മ പോയി വിളിക്കും. എനിക്കെങ്ങും വയ്യ. കൊച്ചുമോടെ ഭർത്താവിന്റെ വഴക്ക് കേട്ടുന്നേ കുടുംബശ്രീയിലെ സവിത എങ്ങാനും അറിഞ്ഞാലേ പിന്നെ അത് മതി, ലോകം മൊത്തം അവള് പാടിക്കൊണ്ട് നടക്കും. അതെങ്ങനെ അമ്മൂമ്മ? ഇവിടെ നടക്കുന്ന കാര്യം കുടുംബശ്രീയിലെ സവിത അറിയണത് ആര് പോയി പറയാൻ പോണ്? അതൊന്നും പറയാൻ പറ്റത്തില്ല. ഭിത്തിക്ക് പോലും കാതുകളുള്ള കാലമാ. അതെ, ഇനിയിപ്പോ അധികം ആലോചിക്കാനൊന്നുമില്ല. ആന്റി എന്നെ പോയി വിളി. എന്നടാ ഇത്? ഞാനെല്ലാം പോക മാട്ടേണ്ടാ, എനിക്ക് തിട്ട് കിടക്കൂ. തിട്ടൊന്നും കിടക്കൂലെന്ന്. പ്രത്യേകിച്ച് ആന്റിയുടെ മോൻ കണ്ട ആർക്കെങ്കിലും തിട്ടാൻ തോന്നുവോ? പ്രത്യേകിച്ച് അളിയനാണെങ്കിൽ ആന്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടവും ഒരു ബഹുമാനവും ഒക്കെയാണ്. ആന്റി എന്ന് വിളിച്ച അളിയൊന്നും പറയൂല. അഥവാ ഇനിയിപ്പോ സിദ്ധു എന്തെങ്കിലും പറയുവാണെങ്കിൽ ആന്റി ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളഞ്ഞാ മതി. അതെ, അങ്ങനെ കളയണമെങ്കിൽ അങ്ങനെ കളയാം. உங்கள்ட்ட எல்லாம் நான் என்ன துரோகம் தாண்டா செய்தேன்? പാരു ചെല്ലല്ലേ, നീ പോയി കൂപ്പിടുമാ. ഞാനൊന്നും പോത്തില്ല. ഞങ്ങക്ക് 3 പേർക്ക് നല്ല വഴക്ക് കേട്ടതാ. ആന്റി ഒരു സിമ്പിൾ പരിപാടി ഉണ്ട്. ആന്റി നേരെ അളിയനെ ഫുഡ് കഴിക്കാൻ വിളിക്കുക. വിളി. അപ്പൊ അളിയൻ വന്നാ വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മളുമായിട്ട് മാത്രം എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാവും. അഥവാ അളിയൻ വരാതെ ആന്റിയെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അളിയൻ എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടോ നമ്മൾ ഉറപ്പിക്കും. நீ என்ன சொன்னாலும் சரி, நான் போய் கூப்பிட மாட்டேன். ആന്റി എന്തിനാണ് ചുമ്മാ ഇങ്ങനെ പേടിച്ചോറിക്കണേ? ആന്റി എന്ന് പറഞ്ഞ ആരാ? മധുരക്കാരിയല്ലേ, വീരക്കാരി. അപ്പൊ ആന്റി പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ആന്റിയുടെ അത്രയും ധൈര്യം ഈ വീട്ടിലുള്ള ആർക്കുണ്ട്? 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 அப்படியே நீங்க எல்லாரும் சொல்றீங்க? ஆமா. அப்படின்னா நான் போகலாம்ல? തിട്ട് കിടക്കുമാ? ചെല്ല ആന്റി, വീരക്കാരി ധൈര്യക്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് തിട്ട് കിടക്കുമാന്ന്. அப்படின்னா நான் போவேன். കാവടി അടിയാണ് പോണം. പോയി നോക്കാം. സിദ്ധു, ആന്റി സിദ്ധു സാപ്പാട് എടുത്ത് വെച്ചിരിക്കേ, സാപ്പിട പറയാ. ഞാൻ പിന്നെ കഴിച്ചോളാം. സിദ്ധു, നല്ല മീൻ കുളമ്പ് ഇருக்கு,
എനിക്കിപ്പോ വിശക്കുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. சித்து உனக்கு பிடிச்ச நல்ல மீன் பொரிச்சதும் இருக்கு. ആന്റി എനിക്ക് വിശക്കാനിട്ടാ, ഞാൻ വിശക്കുമ്പോ കഴിച്ചോളാം കേട്ടോ. சித்து உனக்கு மீன் பிடிக்கலன்னா பரவாயில்ல, நல்ல சாம்பாரு அவியல் തോര எல்லாமே இருக்குப்பா. വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നിങ്ങക്ക്? എത്ര തവണ ഞാൻ പറയണം വേണ്ടാന്ന്? ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് ഇല്ലേ? പിടിച്ച് പൊക്ക എന്റെ അമ്മൂമ്മ, അല്ലെങ്കിൽ മാറമ്മൂമ്മ. അമ്മൂമ്മ എന്നെ കൊല്ല വേണ്ട, എന്നെ കൊല്ല വേണ്ട. சித்து போயிட்டானா? நான் அப்பவே சொன்னேன்ல உங்கள்ட்ட எல்லாம், நான் போக மாட்டேன்னு. நீங்க தானே என்ன போக வச்சீங்க. കനകാന്റി സിദ്ധോളൻ ദേഷ്യപ്പെടുന്നതിന് മുമ്പേ കനകാന്റി ബോധം കിട്ട് വീണ്. என்னோட பாரு எனக்கு சித்துவ பார்த்தப்பഴേ எனக்கு ரொம்ப பயமா இருந்தது. വലിയ ഡയലോഗി ആയിരുന്നല്ലോ. ശരിയാക്കി തരാം, ശരിയാക്കി തരാന്ന്. എന്നിട്ടിപ്പോ എന്തായി? നമ്മള് പറഞ്ഞല്ലേ വാ വാ വാന്ന്. என் மூளைக்கு கேக்கலடா. ചാച്ചി എന്ത് ചേച്ചി മിണ്ടായിരിക്കണേ? ഞാൻ എന്ത് കാരണം പറയാനാ? നീ എന്തിനാ ഈ ഒരുപാട് തവണ വിളിച്ച? ഒരു തവണ വിളിച്ചാ പോരായിരുന്നു? വിളിച്ച് വിളിച്ച് വെറുപ്പിച്ചു. அம்மா நான் முதல்ல சித்துவ கூப்பிட்டப்போ அவ ரொம்ப அமைதியா பாசமா தான் என்கிட்ட சொன்னா. அப்ப எனக்கு கான்ஃபிடன்ஸ் ஏறிச்சு. ചേച്ചി നമുക്ക് അളിയനെ പൂട്ടണം. അളിയനെ പൂട്ടാനാ? അല്ല എന്തായാലും നേരെ ചോദിച്ചു കഴിഞ്ഞാ അളിയൻ നമ്മുടെ അടുത്ത് കാര്യം പറയാൻ പോണില്ല, ഈ കിടന്ന് ദേഷ്യപ്പെടാനേ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഒരു പരിപാടി എന്റെ കയ്യിലുണ്ട്.